ഈ അഡ്വാൻസ് 2026 പേപ്പർ 1 മാത്തമാറ്റിക്സിൽ മോർ ദാൻ വൺ കറക്റ്റ് ഓപ്ഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ പ്ലെയിൻ 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത പ്ലെയിൻ പി സച്ച് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ദ സ്ട്രൈറ്റ് ലൈൻ. അതായത് പ്ലെയിൻ പി, ഇതാണ് പ്ലെയിൻ പി എങ്കിൽ അതിനകത്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതായത് പി ബി ദ പ്ലെയിൻ സച്ച് ദാറ്റ്, ഇതാണ് പി എന്നിരിക്കട്ടെ, പിക്കകത്ത് ഈ ലൈനുണ്ട്, അത് ഈ പ്ലെയിന് പെർപെൻഡിക്കുലറുമാണ്. ഇതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിയുടെ ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, പി എന്ന് പറയുന്ന പ്ലെയിൻ, അതിനകത്ത് കിടക്കുന്ന ലൈൻ. അപ്പോൾ ഈ ലൈനിലെ പോയിന്റ് ഏതാണെന്ന് അറിയാമോ? 1 3 -2. 1 3 -2 എന്നുള്ളത് ലൈനിലെ പോയിന്റാണ്. അതുപോലെ തന്നെ ഈ പ്ലെയിനിലെ പോയിന്റുമാണ്. ഏത്? പി എന്ന് പറയുന്ന പ്ലെയിനിലെ പോയിന്റുമാണ്. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. ഇനി അതിൻ്റെ ഡയറക്ഷനോടെ കിട്ടിയാൽ മതി, ഡയറക്ഷൻ റേഷ്യോ കിട്ടിയാൽ മതി. അതെങ്ങനെ കിട്ടും? ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഇതിന് പാരലായിട്ട് പോകും. പിന്നെ ഈ തന്നിരിക്കുന്ന പ്ലെയിനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഇല്ലേ, അത് 1 2 3, അത് പ്ലെയിൻ ഇതിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പ്ലെയിൻ്റെ ഡയറക്ഷൻ റേഷ്യോയും ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോയും പ്രപ്പോർഷണലാണ്, പാരലലാണ്, ഒരേ ഡയറക്ഷനിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ബിക്കോസ് എ ഇങ്ങനെ വരുന്നത്, ബി, ഇതാണ് പി. എ എന്ന് പറയുന്ന ഡയറക്ഷനും ബി എന്ന് പറയുന്ന ഡയറക്ഷനും രണ്ടും ഇങ്ങനെ വരുന്നത്. അപ്പോൾ എ ക്രോസ് ബി എടുക്കുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആവും. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ റേഷ്യോ കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഈ പ്ലെയിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഉണ്ടല്ലോ, ഈ പ്ലെയിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് 1 2 3. ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഇല്ലേ, 2 3 1. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് കിട്ടും. അതാണ് പി, പിക്കുള്ള ഡയറക്ഷൻ റേഷ്യോ. ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ ഐ ജെ കെ 1 2 3 2 3 1. സിംപ്ലിഫൈ ചെയ്താൽ 2 - 9 -7 ഐ ക്യാപ് അല്ലേ, -7 ഐ ക്യാപ് മൈനസ് ജെ ഇൻറ്റു 1 - 6 പ്ലസ് 5 ജെ ക്യാപ് പ്ലസ് കെ ഇൻറ്റു 3 - 4 മൈനസ് കെ ക്യാപ്. ഓക്കെ, അതല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ -7, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി മാത്രം നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ ഈ പ്ലെയിൻ പി, ഇക്വേഷൻ ഓഫ് പി എഴുതാം. ഇക്വേഷൻ ഓഫ് പി എക്സ് എ ഇൻറ്റു, ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ നമുക്ക് ഇങ്ങനെ എടുക്കാം. പാസ് ചെയ്യുന്ന പോയിന്റ് ഈ ലൈൻ്റെ പോയിന്റ് തന്നെ എടുക്കാം. പോയിന്റ് എന്ന് പറയുന്നത് 1 3 -2 ആട്ടോ, കാരണം ഇസഡ് -2 ആണ്. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള എടുക്കാൻ വേണമെങ്കിൽ 7 - 5 1. ഇക്വേഷൻ വരുന്നത് എ ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു y മൈനസ് y1 പ്ലസ് സി ഇൻറ്റു ഇസഡ് മൈനസ് z1 ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്താൽ 7x മൈനസ് 5y പ്ലസ് z -7 കിട്ടും, പ്ലസ് 15 വരും, അപ്പോൾ 8 കിട്ടും. 8 + 2 10 വരും. അത് റൈറ്റിലേക്ക് പോയാൽ ഈക്വൽ ടു -10 എന്ന് കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. ഓക്കെ, അടുത്ത ഓപ്ഷനിലേക്ക് വരാം. അതിലവർ പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് പി ആൻഡ് P1. പിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദിസ് ഈസ് പി, ദിസ് ഈസ് പ്ലെയിൻ പി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ പി ആൻഡ് P1. P1ൻ്റെ ഇക്വേഷൻ പിന്നീടാണ് വരുന്നത്. ലെറ്റ് P1 ബി ദ പ്ലെയിൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ്. പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഇസ് പാരലൽ ടു പി. അതായത് പി എന്ന് പറയുന്ന പ്ലെയിന് പാരലലാണ്. ഇതാണ് പി എങ്കിൽ P1 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പിയുടെ ഡയറക്ഷൻ റേഷ്യോ തന്നെ ആർക്ക് എടുക്കാം? P1 എടുക്കാം. അപ്പോൾ ഇതേ ഡയറക്ഷൻ റേഷ്യോ തന്നെ എടുക്കുക. അപ്പോൾ P1 എഴുതുവാണ്. പാസ് ചെയ്യുന്ന പോയിന്റ് എത്രയാണ്? 4 2 2. ഇക്വേഷൻ ഓഫ് P1, പാസ് ചെയ്യുന്ന പോയിന്റ് 4 2 2. ഡയറക്ഷൻ ഇത് തന്നെ, ഏത്? 7 - 5 1, കാരണം അത് പാരലലാണ്. 7 × x - 4 -5 × y - 2 മൈനസ് പ്ലസ് 1 × z - 2 ഈക്വൽ ടു 0. 7x - 5y പ്ലസ് z -28 പ്ലസ് 10 -18 കിട്ടും. -18 -2 -20 കിട്ടും. അത് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് പോയാൽ +20 വരും. ഇതാണ് എന്ത്? ഇതാണ് പ്ലെയിൻ P1. വി ഗെറ്റ് ഇക്വേഷൻ ഓഫ് P1 ആൻഡ് P. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പ്ലെയിൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പ്ലെയിൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പ്ലെയിൻസ്.
ഓപ്ഷൻ ബി ഡിസ്റ്റൻസ് ഈക്വൽ ടു മോഡുലസ് C1 മൈനസ് C2 അല്ലെങ്കിൽ D1 മൈനസ് D2 30 by root of a square plus b square plus c square 49 plus 25 plus 1 which is equal to 30 by root 75 which is equal to 30 by 5 root 3 5 root 3 5 30 cancel, it become 6 by root 3 6 by root 3 can be written as root 3 3 cancel 2 root 3 2 root 3 2 root 3. Okay. Option B says that the distance between P and P1 is 30. That is wrong. Distance of the plane P from the origin. Distance of the plane P from the origin is 2 root 3. Okay. Option C. Origin എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പി അല്ലേ, മോഡുലസ് 10 by root of ഇത് തന്നെ a square plus b square plus c square root 75 which is equal to 10 by 5 root 3 which is 2 by root 3 2 by root 3. അവർ കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ പ്ലെയിൻ പി ഒറിജിൻ ഫ്രം ഒറിജിൻ ഈസ് 2 root 3 ആണ്, നമുക്ക് കിട്ടിയത് 2 by root 3 ആണ്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ കേട്ടോ. കം ടു ഓപ്ഷൻ ഡി. അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ പി ആൻഡ് ദ പ്ലെയിൻ. ഓക്കെ, അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കുക. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ ഞാനത് ഇവിടെ ചെയ്യാം, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെയ്യാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് പ്ലെയിൻ പി ഇതാണ്, അവർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. A1 A2 7 into 2 plus B1 B2 minus 5 into 2 plus C1 C2 1 into 1 by root of ഇത് A1 square plus B1 square that is 75 into root of ആ തന്നിരിക്കുന്ന പ്ലെയിൻ 4 plus 1 which is equal to cos theta is equal to simplify ചെയ്താൽ 15 minus 10 it become 5 root 3 into 3. This can be cancelled. We get 1 by 3 root 3. So cos theta is equal to 1 by 3 root 3. What is theta? Cos inverse 1 by 3 root 3. Theta is cos inverse 1 by 3 root 3. So option D is correct. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിനെ മീഡിയത്തിലോ അല്ലെങ്കിൽ ആവറേജിലോ എടുത്തേക്കുള്ളൂ. എ ആൻഡ് ഡി രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു കറക്റ്റായിട്ട് വന്നത്. ബാക്കിയുള്ളത് നമുക്കിപ്പോൾ ബിയും സിയും ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.